ദൈവത്തിന് മഹത്വം. 119 ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഈ ദിവസം ചിന്തിക്കുന്നത് കൃപാവരം, 6ാമത്തെ പ്രവചന വരം. അതിന്റെ തുടർച്ചയായിട്ട് ക്ലാസ് എടുക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 15:32 യൂദയും ശീലാസും പ്രവാചകന്മാർ ആകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചും ഉറപ്പിച്ചും എന്ന് ഇത് തെളിവാണ്. പ്രവചനം കേവലം ഒരു പ്രസംഗം പറയുകയോ വചനം പഠിപ്പിക്കുകയോ ചെയ്യുന്നത് പ്രവചനമല്ല, അത് വചനം പഠിപ്പിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞ് വചനം പ്രസംഗിക്കുമ്പോൾ ജനഹൃദയങ്ങളിൽ ആഞ്ഞടിക്കത്തക്കവണ്ണം ഘോഷിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിലെ ഒരു മനംതിരിവ് ഉണ്ടാകുന്നത് ഇത് പ്രവചനത്തിൻ്റെ ഒരു ഭാഗമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാവി അകത്തു വരുമ്പോൾ, നമ്മുടെ മീറ്റിങ്ങിനൊക്കെ പാവികൾ വരാറുണ്ട്. പാവി എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരെല്ലാം പാവികളാണ്, അതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ യോഗങ്ങളിൽ അകത്തു വന്നാൽ വിവേചിക്കപ്പെടുമ്പോൾ ഇത് പ്രവചനമല്ല, വിവേചിക്കുക. അവൻ ആരാണെന്നും അവനിൽ എന്തെല്ലാം തെറ്റുകളുണ്ടെന്നും അവൻ്റെ കുറവശങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നതാണ് വിവേചിക്കുക. അങ്ങനെ വിവേചിക്കപ്പെടുമ്പോൾ അവന് കുറ്റബോധം ഉണ്ടാകും. കാരണം എൻ്റെ കുറവശം കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് കുറ്റബോധം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പേരാണ് വിവേചനം എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൂട്ടിക്കുഴച്ചിരിക്കുകയാണ്. പ്രവചനപരവും വിവേചനപരവും കൂട്ടിക്കുഴച്ച് ആളുകൾക്ക് പലപ്പോഴും ഒന്നും പിടികിട്ടാത്ത ഒരു സാഹചര്യമാണ്. 1 കൊരിന്ത്യർ 14:24-25 അവൻ്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ഇതാണ് വിവേചനം എന്ന് പറയുന്നത്. വിവേചനം പാപത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അവന് കുറ്റബോധം ഉണ്ടാകാൻ സാധിക്കും. ഇനി പ്രവാചകന്റെ ജോലി എന്താണ്? ഞാൻ ഈ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും മാത്രമേ ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നുള്ളൂ. ദൈവം എനിക്ക് തന്ന കൃപയനുസരിച്ച്, ഞാൻ വലിയ അറിവുള്ളവനല്ല, ദൈവം തന്ന കൊച്ചറിവനുസരിച്ച് അത് സത്യസന്ധമായിട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. പ്രവചിക്കുന്നവനോ അല്ലെ പ്രവാചകന്റെ ജോലി എന്താന്ന് മനസ്സിലാക്കണം. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനവായിരിക്കണം, പ്രബോധനത്തിനായിരിക്കണം, ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. ഇത് പ്രവചന ശുശ്രൂഷയിൽ
ഉളവാകുന്ന പ്രവചനമാണ് എന്നുള്ള കാര്യം എൻ്റെ കേൾവിക്കാരെ മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 14:3-4 വാക്യം വായിക്കുമ്പോൾ, പ്രവചിക്കുന്നവനോ സഭയ്ക്ക് ആത്മീയ വർധനവ് ലഭിക്കുന്നു. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. തൻ്റെ പ്രവചനം കൊണ്ട് സഭയിൽ ഒരു ഭിന്ന അഭിപ്രായമോ, സഭയിൽ 2 ഭാഗമോ, സഭയിൽ കലക്കങ്ങളോ ഉണ്ടാകുന്നത് പ്രവചനം ദൈവത്തിൻ്റെതല്ല, അത് കള്ളപ്രവചനമാകുന്നു എന്ന് മനസ്സിലാക്കണം. എൻ്റെ 45 വർഷത്തെ എൻ്റെ കൊച്ചറിവിൽ അനവധി സഭകൾ ഇങ്ങനെയുള്ള പ്രവചനങ്ങളാൽ 2ഉം 3ഉം ഭാഗമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, ഭേദങ്ങളെ വിവേചിച്ച് അറിയുക മാത്രമല്ല, ഇങ്ങനെ ഈ സഭയിൽ കലക്കമുണ്ടാക്കുന്ന പ്രവാചക ശിഷ്യന്മാരെ നടക്കുന്നവരെ ഒരു കാരണവശാലും നമ്മുടെ സഭയിൽ ശുശ്രൂഷകൾക്ക് അവസരം കൊടുക്കല്ലേ എന്ന് വിനീതമായ ഒരു അപേക്ഷയും കൂടെ ഉണ്ട്. എന്നാൽ സത്യസന്ധമായ പ്രവാചകന്മാരുണ്ട്. അവരധികം വാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല. വെറും 2-3 വാക്കുകൾ കൊണ്ട് അവരുടെ ജീവിതത്തിലെ വൻ കാര്യം ചെയ്യുവാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിലും അങ്ങനെ പലപ്പോഴും ഞാൻ അറിയാത്തവരെ, യാദൃച്ഛ കണ്ടുമുട്ടുന്നവരെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എൻ്റെ ഹൃദയത്തിനകത്ത് പല പ്രയാസങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇവരുടെ 2-3 വാക്കു മതി ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകാൻ. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ സഭകളിൽ ശുശ്രൂഷകൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ള പരാജയം നമ്മൾ കണ്ടു മനസ്സിലാക്കണം. നമ്മളെപ്പറ്റി പുകഴ്ത്തി പറയുക, ഇല്ലാത്തത് പറയുക, ഭാവിയിൽ സമ്പന്നനാകുക, ഈ വിധമായ പ്രവാചകന്മാരെ നമ്മൾ അവസരം കൊടുക്കുന്നു. പലപ്പോഴും സത്യപ്രവാചകന്മാർക്ക് അവസരമില്ല. നാഥാനെ പോലുള്ള പ്രവാചകന്മാർക്ക് അവസരങ്ങളില്ല. പക്ഷേ അവരെ കറക്റ്റ് കാര്യമാണ് ദൈവാത്മാ നിയോഗത്തിൽ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ഗഹനമായ വിഷയമായതുകൊണ്ട് ലളിതമായി ഞാൻ ക്ലാസ് എടുക്കുന്നു. നിങ്ങളും എന്നോട് കൂടെ ചേർന്ന് ഈ വചനത്തിൽ സത്യസന്ധതയ്ക്ക് നിൽക്കുക. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഹൃദയത്തിൽ നാളുകളായി ഭാരതത്തിൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുവനാണ്. അതുകൊണ്ട് നിങ്ങളും ഭാരതത്തിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.